ഈ ഹോട്ടൽ ബിസിനസ്സിൽ ശാരദാമ്മ 100% വിജയിക്കാൻ കഴിഞ്ഞതിന്റെ പ്രധാന കാരണം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് ജോലി അറിയാം. രണ്ടാമത്, ആത്മാർത്ഥതയുള്ള ശാന്തയെ പോലുള്ള പണിക്കാരവിടെ സത്യാമ്മയ്ക്കൊപ്പം ഇല്ല. ഉള്ളവർക്കൊന്നും പണിയൊട്ട് അറിയാനും വയ്യ. പിള്ളച്ചേട്ടാ, ഇതിപ്പോ എന്തെങ്കിലും ഒരു കൈസഹായം ചെയ്യാന്ന് വെച്ചാ നേരായ രീതിയിൽ ചെയ്യാൻ സമ്മതിക്കൂല. പണം കൊടുക്കാന്ന് വെച്ചാ ഇവിടെ നിന്നാണെന്ന് അറിഞ്ഞാ തിരിച്ച് അതേ രീതിയിൽ ഇവിടെ തന്നെ എത്തും. ഒപ്പം കുറെ ചീത്തയും പറഞ്ഞെന്നിരിക്കും. സത്യാമ്മയ്ക്കൊപ്പം പണിയറിയാവുന്ന ഒരാൾ വേണം. എന്നാലേ അവിടെ കാര്യങ്ങളൊക്കെ നേരാമണ്ണം നടക്കും. എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയട്ടെ. എന്താ പിള്ളച്ചേട്ടാ? അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയാമേല. എന്നാലും ഞാനൊരു വഴി പറയട്ടെ. പിള്ളേ, എല്ലാവരെയും പോലെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വെച്ച ഈ വീടിന്റെ തെക്കേപ്പുറത്ത് തന്നെ എൻ്റെ പിള്ളേരെയും കൊച്ചുമക്കളെ കൊണ്ട് കിടക്കണമെന്നേ. പക്ഷേ അതിന് നടക്കില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനവകാശം വരും. സങ്കടമൊന്നും ഇല്ലടോ. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലുണ്ട്. അത് ഈ വീട് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്തല്ല. ഈ വീട് വെക്കാൻ വേണ്ടി ഞാൻ നടത്തിയ കഷ്ടപ്പാടോർത്തുള്ള സങ്കടമാ. ഇതൊന്നും അല്ലായിരുന്നല്ലോ ആദ്യത്തെ വീട്. 2 മുറി, ഒരടുക്കള, മുൻവശത്ത് ഒരു സിറ്റൗട്ട്, അതിനെ ഒരമതിലുണ്ട്. അതിൽ കാല് കയറ്റി വെച്ച് കിഴക്കോട്ട് നോക്കിയൊരു ഇരിപ്പുണ്ട്. ആ ഇരിപ്പിൽ കിട്ടുന്നൊരു സുഖമുണ്ട്. ഒരു ടെൻഷനും ഇല്ലാതെ, ഒരാവലാതിയും ഇല്ലാതെ ഒരേ ഒരു ഇരിപ്പ്. ആ ഇരിപ്പ് എപ്പോഴാ അവസാനിക്കുന്നറിയോ? ഭാമ വന്ന് വഴക്കു പറയുമ്പോഴാ. അതൊക്കെയായിരുന്നല്ലോ ജീവിതം. അന്ന് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ല, പക്ഷേ മനസ്സമാധാനമുണ്ട്. പരസ്പരം എന്തുണ്ടെങ്കിലും സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. പിന്നീട് പതിയെ വീടായി, കാറായി, വീട്ടിലാളായി. അങ്ങനെ വന്നപ്പോ സംസാരവും കുറഞ്ഞു. തീരുമാനങ്ങളെല്ലാം ഭാമ ഒറ്റയ്ക്കെടുത്തു തുടങ്ങി. എൻ്റെ റോളോ കാശുണ്ടാക്കുന്ന യന്ത്രത്തിൻ്റേത് മാത്രമായിട്ട് മാറുകയും ചെയ്തു. എവിടെയും ചതിപറ്റിയതേ ഒറ്റയ്ക്കുള്ള ഭാമയുടെ തീരുമാനങ്ങൾക്ക് തന്നെയായിരുന്നു. എൻ്റെ തിരക്കുകൾ ഭാമയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടി. ഒടുവിൽ എന്നെ തന്നെ ഭരിക്കുന്ന രീതിയിൽ ഭാമ വളർന്നു. ഞാൻ പക്ഷേ അങ്ങ് ചെറുതായി. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒതുങ്ങി എനിക്ക് തന്നെ ഞാൻ ഭാരമായിട്ട് മാറുന്ന രീതിയിലേക്ക് അങ്ങ് മാറി. ഈ വീട്ടിലെ ഭരണം പെണ്ണുങ്ങൾ ഏറ്റെടുത്താൽ ചില കുഴപ്പമുണ്ടെന്നുള്ളതിന് ചില വരികളുണ്ടല്ലോ പിള്ളേ. വളരെ പ്രശസ്തമായ വരികളാണെന്ന് തനിക്കും എനിക്കൊക്കെ അറിയാം. എന്തോ നരകോ എന്തായാലും അതിവിടെ കറക്റ്റാ. നാര് വരിച്ചിടം നാരകം നട്ടടം, രണ്ടും മുടിയോന്ന. അത് തന്നെയാണോ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. കൈവിട്ടുപോയ ജീവിതം കയ്യെത്തിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോ കഴിക്കാനൊക്കെ ഇല്ലാതെ. പിന്നെ പോകുന്ന പോലെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ആ പോക്കാണെങ്കിലോ എല്ലാം കൊണ്ടങ്ങ് പോവുകയും ചെയ്തു. എല്ലാത്തിനും ഒരു യോഗം വേണം പിള്ളേ. യോഗമില്ലാത്തവൻ
ഇതുപോലെ ഇരുന്ന് പഴയ കഥകളൊക്കെ ഓർത്തു പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ചിലപ്പോ ദൈവം ഇങ്ങനെ സാറേ ചുമ്മാ അങ്ങനെ വേദനിപ്പിക്കും. നമുക്കൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളായിരിക്കും, എന്നാലും അതിനൊരു അവസരം തരില്ല. അവസരം തന്നാ പിന്നെ നമ്മളെ അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എടോ പിള്ളേ, ഇത് നഷ്ടപ്പെട്ടപ്പോഴേ വേദനയല്ലായിരുന്നു, ഒരുതരം മറുപ്പായിരുന്നു. അച്ഛൻ്റെ ഇഷ്ടമേ ഞാൻ തറവാട്ടിൽ തന്നെ താമസിക്കണമെന്നായിരുന്നു. അത് വകവയ്ക്കാതാണോ ഞാനിവിടെ നിന്ന് ഷെഡ് കെട്ടിയത്. അതിന്റെ ദേഷ്യമുള്ളതുകൊണ്ട് അച്ഛന്റെ സഹായമില്ലാതെയാ ആദ്യത്തെ വീണ് തറക്കല്ലെടുത്തത്. അന്ന് വണ്ടിയും കാറൊന്നും ഇങ്ങോട്ട് വരത്തില്ല. കല്ലൊക്കെ തലച്ചുമടാട്ടൂണ് എത്തിക്കാൻ കണ്ണീന്ന് പലപ്പോഴും പൊന്നീച്ച് പറഞ്ഞിട്ടുണ്ട് പിള്ളേ. അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടാണോ ഞാനതൊക്കെ ഉണ്ടാക്കിയത്? എന്നിട്ട് എൻ്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ എൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ആ ഉപേന്ദ്രൻ്റെ മുമ്പിൽ അടിയറോച്ചൻ ഇതെല്ലാം. എന്നിട്ടിപ്പോൾ എന്തായി? വാട വേണ്ട തന്നെയിൽ ചുരുട്ടുകൊണ്ടേ വന്നിരിക്കുക. സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലോ ഇങ്ങനൊരവസ്ഥ. ആശാനെ, 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 ആ തങ്കച്ചനെ 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. എടാ 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 അവൻ്റെ ഒന്നും നമ്പർ പോലും ഫോണിൽ സേവ് ചെയ്യാൻ പറ്റാത്ത ഇനങ്ങളാണ്. യൂണിയൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തനി ഗുണ്ടായിസാണ് അവന്മാരോടെ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ അടുത്ത് മാത്രമാണ് അത് എടുക്കാൻ പറ്റാതിരിക്കണേ. അവൻ്റെയൊക്കെ അതിനൊരു കുത്തലാവന്മാർക്കുണ്ട്. പിന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പിണക്കണ്ടല്ലോ എന്ന് കരുതി ചിലപ്പോൾ ഞാൻ എടുക്കാറുണ്ട്. പറയുന്നത് മുഴുവൻ കാശുണ്ടാക്കുന്ന കാര്യങ്ങളാ. ആശാനൊന്ന് കാണാനിരിക്കണമെന്ന് അവര് പറഞ്ഞേ. നല്ല ഇട്ടി കിട്ടാത്തതിൻ്റെ സൂക്കേടാണ് അവന്മാർക്ക്. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് പോലെ അവന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അത് ഞാൻ കൊടുത്തോളാം. നീ വേഗം കയറ്. അരമണിക്കൂർ ഞാൻ സുബേർക്ക് വിളിക്കും. ഇടാ നമുക്കങ്ങ് തോട്ടത്തിമല എത്തേണ്ടതാ. ചരക്ക് അവിടെ നിന്നാണ് മറന്നാ. എന്നാ വേഗം കയറ് വാ. ആശാനെ വീണ്ടും ഇവന്മാരിത് വാങ്ങിച്ചു കൂട്ടാൻ തന്നെ വരുന്നതാണെന്ന് തോന്നുന്നേ. അലമ്പിന് നിൽക്കണ്ട, ഒതുക്കത്തിലൊന്ന് പറഞ്ഞു വിട്ടാൽ മതി ആശാനെ. ശരിയാണ്, അരമണിക്കൂർ കൊണ്ട് തോട്ടത്തിമല എത്തേണ്ടതല്ലേ. ആശാനെ, ആശാന്റെ ഒരു സഹായം എനിക്ക് വേണം. ആശാനോ? അപ്പൊ എന്തോ കോളുണ്ടല്ലോ. അപ്പൊ ആശാനെ, ഈ സഹായം എന്ന് പറഞ്ഞ അതെ. അതെ, ഞങ്ങൾ അത്യാവശ്യമായിട്ട് ഒരു ഓട്ടം പോവായിരുന്നു കേട്ടാ. ഒരു 2 മിനിറ്റ് മതി, അതിനുള്ളിൽ കാര്യം പറയാം. നടത്താൻ പറ്റുന്നതാണെങ്കിൽ നടത്താം, ഇല്ലെങ്കിൽ വിട്ടേക്ക്. എന്തോ ഉഡായിപ്പിനുള്ള പരിപാടിയാണ്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യം, കുറച്ച് കാശ് കിട്ടുന്ന ഏർപ്പാട്. അതാ ഞാൻ ഈ പരിപാടിക്ക് ആശാന്റെ പേരും കൂടെ പറഞ്ഞത്. കുടുംബമായിട്ടൊക്കെ ഒന്ന് താമസിക്കുമ്പോൾ അതിന്റെ ഒരു പ്രാരാബ്ദവും പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ. നമ്മൾ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും അടിവെക്കുകയും ഒക്കെ ചെയ്യും. അതൊക്കെ ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി. പക്ഷേ ഒരാവശ്യം വരുമ്പോ 10 പുത്തം കിട്ടുമെന്ന് വരുമ്പോ നമ്മൾ നമ്മുടെ ചങ്കുകളൊക്കെ അങ്ങ് അടുപ്പിക്കും. തങ്കച്ചനിപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കേട്ട് ആശാൻ ക്ഷോഭിക്കൊന്നും ചെയ്യരുത്. അത് ആ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി. എന്താ സാധനം? അല്ല, കുറെ നേരമായിട്ട് എന്നെ മനഃപൂർവ്വം കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഈ വാക്കുകളിൽ ഈ സ്പിരിറ്റ് എന്ന് പറയുന്നുണ്ട്. സംഗതി അതല്ലേ? ആശാനാണ്, കൊള്ളാമല്ലോ. ഞാൻ പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കി കളഞ്ഞല്ലോ. അപ്പൊ ഇതിനു മുമ്പ് ഈ പണി ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ ഈ പണി മാത്രമല്ല, പല പണികളും ചെയ്തിട്ടുണ്ട്. ഒരാളെ കൊന്നിട്ടില്ല എന്ന് മാത്രം.
അപ്പോൾ ഈ വക റൂട്ട് പോകുമ്പോഴേ സംഗതി എനിക്ക് അങ്ങ് കത്തും. മനസ്സിലായ? അത് ഈ തൊഴിൽ എനിക്കുള്ള എക്സ്പീരിയൻസ് ഒന്ന് കൂട്ടിയാൽ മതി. കാര്യം പറയും. അപ്പൊ സംഗതി എളുപ്പമായി. തേനീന്നാ സാധനം കൊണ്ടുവരുന്നത്. 10 ലിറ്ററിന്റെ 500 കന്നാസുണ്ട്. ഒറ്റാൻ ധൈര്യമില്ലാത്ത 3-4 ഡ്രൈവർമാർ ഇപ്പൊ തയ്യാറായി നമ്മളോടൊപ്പം കൂടിയിട്ടുണ്ട്. ആശാനും കൂടെ കൂടിയാ അവർക്കൊരു ധൈര്യമാവും. ഒന്നുമില്ലെങ്കിലും അടവും തടവും പഠിച്ച ഒരാൾ കൂടെ ഉണ്ടാവുന്നത് എല്ലാവർക്കും ഒരു ധൈര്യമാണല്ലോ. തങ്കച്ച, അടവും തടവും മാത്രമല്ല, ഒഴിവും ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് ഞാനില്ല. തങ്കച്ച, ഈ വണ്ടി എനിക്ക് തന്നൊരാളുണ്ട്. ഞാൻ ദൈവത്തെ പോലെ കരുതുന്ന ഒരാൾ. അദ്ദേഹത്തിനോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. മനസ്സിലായോ? അതിന് നമ്മളീ ചെയ്യുന്ന കാര്യം ഒരു കുഞ്ഞു പോലും അറിയില്ല. പിന്നെ സുബൈർക്ക എന്റെ ആശാനെ ഇരു ചെവി അറിയാതെ സാധനം കൊണ്ടെത്തിച്ച ലക്ഷങ്ങൾ ഇങ്ങനെ അക്കൗണ്ടിൽ വരും. ആശാന്റെ കുറെ പ്രശ്നങ്ങൾ അതോടെ അങ്ങ് തീരും. എന്റെ പ്രശ്നങ്ങൾ അത് ഞാനായിട്ട് തന്നെ തീർത്തോളാം. എന്നാൽ അന്നം തരുന്നവരെ ചതിക്കാൻ എനിക്കാവില്ല കേട്ടാ. അപ്പൊ തങ്കച്ചൻ വിട്ടോ. അതെ, ഞങ്ങളുടെ നേതാവിനെ ഇന്ന് വരെ ആരും ഇങ്ങനെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഇതുവരെ കേട്ടുന്നതേ നിന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന് വെച്ചിട്ടാ. ഡാ നേതാവിനെ പോലെ തന്നെ അണികളും അല്ലേ? ഞാനിപ്പോ കൂടെ നിന്നിരുന്നെങ്കിൽ അപ്പനെ കയറിയിട്ട് എടാ പോടാ വിളിച്ചിരുന്നതിനും കുഴപ്പമില്ല. ഇതിപ്പോ കൂടെ നിൽക്കാത്തതുകൊണ്ട് തങ്കച്ചാന്നുള്ള വിളിയിൽ കുഴപ്പമായി അല്ലേ? അപ്പോ ശരി നേതാവേ, ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. അതുകൊണ്ടാ. അപ്പൊ പോട്ടെ. അപ്പോ കാര്യങ്ങളൊന്നും നേരാമണ്ണം അടുപ്പിക്കാൻ നോക്കിയ അടുക്കുന്ന സൈസ് അല്ല നീ. അധികകാലം ഈ വളയം പിടിക്കുന്ന തോന്നുന്നില്ല നീ. കണ്ടില്ലേ, ആശാനേന്ന് വിളിച്ചിരുന്ന നാവാ ഇപ്പൊ അത് നീയായി, അത് ഭീഷണിയായി, ഇനി അത് തല്ലാവും. വേണ്ട വേണ്ട, ഞങ്ങളെ അതിനുമ്പ് പണിക്ക് പോട്ടെ. സമയമില്ല, അതുകൊണ്ടാ. സമയമുള്ളപ്പോ നമുക്ക് കാണാം കേട്ടാ. ഇപ്പൊ പൊയ്ക്കോ. പക്ഷേ ഈ തങ്കച്ചന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് കുറച്ചധികം നാള് ഇവിടെ കിടന്ന് വിലസാമെന്ന് നീ ധരിക്കണ്ട. ഈ പണി പൂട്ടിക്കാനുള്ള പൂട്ട് ഞാൻ പണിയിക്കുന്നുണ്ട്. ആ പൂട്ടിന് കള്ളത്താക്കോല് പണിയിക്കുന്ന കാര്യം ഞാനും ഇട്ടു. മുടക്കൊട്ടും കുറവില്ലാത്തവനാണ് ഞാനും കേട്ടാ. പോട്ടാ. കമല വാടാ. ആശാനെ, അവൻ അങ്ങനെ പിണക്കുണ്ടായിരുന്നോ? മൃഗമാ. എന്ത് തറപ്പണി അവൻ കാണിക്കും. എന്റെ പൊന്നു മോനെ, ഈ പണി ജീവിതകാലം മുഴുവെടുത്തോളം നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ടോ? പക്ഷെ എടുക്കുന്നവരെ ഈ പണി സത്യസന്ധമായിട്ട് തന്നെ എടുക്കുള്ളൂ. ഇനി അതിലേറ്റ് അവൻ സ്പിരിറ്റ് കേൾക്കാൻ വന്ന അവന്റെ അണ്ണാക്കിൽ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്താക്കി ഞാൻ. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ, അവൻ കളിക്കട്ടെ. നമുക്കത് വരുന്നിടത്ത് വെച്ച് കാണാം. എടോ പിള്ളേ, താനകത്ത് എങ്ങുണ്ടോടോ? ഇതൊന്ന് കുരച്ച് കാണാൻ വേണ്ടി ഞാൻ എത്ര നേർച്ച നേർന്നിട്ടുണ്ടെന്നറിയാമോ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവച്ച തെങ്ങാടോ ഇത്. അച്ഛനറിയാതെ അമ്മ എടുത്തു തന്ന തയ്യ. പിന്നീട് അച്ഛൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ആ തൈക്ക് ചൊട്ട പൊട്ടിയോടാന്ന്. പിന്നീട് അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, എല്ലാം അച്ഛൻ അറിയാമായിരുന്നു. ഈ തേങ്ങ എന്റെ അച്ഛന്റെ വിയർപ്പ് തന്നെ. അച്ഛന്റെ വിയർപ്പിന്റെ വിത്ത. എടോ പിള്ളേ, തൂക്കുമരത്തിലേക്ക് പോകും മുമ്പേ
അവസാന ആഗ്രഹം പോലെ ഞാൻ തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അത് താൻ എനിക്ക് സാധിച്ചു തരാമെന്നും പറഞ്ഞായിരുന്നു. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഒരുക്കിയിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. ഞാനിപ്പോ അവനെ വിളിക്കാം, ആള് വന്നിട്ടുണ്ട്. രാജേഷേ, വാ, കേറി വാ. നല്ല വെള്ള കൂടുതലുള്ള 2 കരിക്കിങ്. എടാ, നീ പേടിക്കൊന്നും വേണ്ട. ഇതെല്ലാം എന്റെ മുതലെന്ന്, എന്റെ പാരമ്പര്യ സ്വത്താ. ഇതിൽ നിന്ന് 2 കരി കിട്ടുമെന്നും വെച്ച് ഇനി എന്ത് ഭൂകമ്പം വന്നാലും അത് ഞാനങ്ങനെ എടുത്തോളാം. നീ കയറിക്കോ. കേറിക്കോ. കയറിക്കോ. സാറേ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അതിൽ നിന്ന് 1 വെട്ടി സാറിന് കൊടുക്ക് രാജേഷേ. പിള്ളേ, താനും വേണമെങ്കിൽ കരി കുടിച്ചോടോ. ഇനി പറ്റിയില്ലെങ്കിലോ അയാൾക്കൊരു കരിക്ക് കൊടുക്ക്. എടോ, ഈ വീടിന്റെ ഓരോ മുക്കിലും ഞാൻ വച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഓരോ മരങ്ങൾക്കും ഇങ്ങനെ ഓരോ കഥകളുണ്ട് പറയാൻ. എടോ, പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തില് ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഓർമ്മകളാ. ഇതെല്ലാം കൈവിട്ടു പോയപ്പോ ചങ്കിനകത്ത് ഒളിപ്പിച്ചിരുന്ന സങ്കടങ്ങളാ. തനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ തന്നെയും കൂട്ടി പോന്നതേ. എനിക്ക് ഒരാഗ്രഹമെങ്കിലും സാധിച്ചു തരാൻ പറ്റിയല്ലോ, അത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതെ പിള്ളേ, ഇത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഇവിടെ ഞാൻ ഇറങ്ങും. പിന്നെ ഞാനിവിടെ എന്നാലേ കരഞ്ഞോടോ. ഞാൻ തിരിഞ്ഞു നോക്കാൻ നടക്കും. അതുകൊണ്ടേ താൻ പിന്നാലെ തന്നെ വന്നേക്കണം കേട്ടോ. ശരി സാർ. കാരണം എന്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് പോകുന്നത്. സത്യാമ്മേ, സത്യാമ്മേ, ഇതെന്താ പൊന്നി ഇത്ര നേരത്തെ? ഒരാളെ കിട്ടി.
കയ്യോടെ സത്യാമ്മയെ കാണിക്കാൻ കൊണ്ടുവന്നതാ. ഇങ്ങനെ നിൽക്കേ. ആളെ മനസ്സിലായോ? എവിടെയോ കണ്ടു പരിചയമുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ശാന്തേച്ചി, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ മെയിൻ കുക്കാ. ഓ, ഓ, ശാരദയുടെ ജോലിക്കാരി. ഇപ്പൊ മനസ്സിലായി. ജോലിക്കാരിന്ന് പറയാൻ പറ്റില്ല സത്യാമ്മേ. കുടുംബശ്രീ ഹോട്ടൽ ഈ നിലയിലേക്കാക്കാൻ ശാരദാമ്മയോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ടാ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ അവിടുന്ന് വഴക്കിട്ട് ഓടിച്ചത്.